ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ യാഥാർത്ഥ്യമാകും. എന്നാൽ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ഇല്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും. സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതി KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം പരിമിതപ്പെടുത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് പ്രായോഗികമല്ലെന്ന KSRTC വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിനെ തുടർന്നാണ് ഓർഡിനറിയിൽ മാത്രം പരിമിതപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ദീർഘദൂര സർവീസുകളിലും റിസർവേഷൻ സൗകര്യമുള്ള സർവീസുകളിലും സൗജന്യ നിരക്ക് ഏർപ്പെടുത്തിയാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി KSRTC നേരിടേണ്ടി വരുമെന്ന് സമിതി ചൂണ്ടിക്കാണിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായാൽ ടിക്കറ്റ് വരുമാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ പൂർണ്ണമായും KSRTCക്ക് മുൻകൂറായി നൽകും. ഇതിനായി വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. പ്രതിമാസം ഏകദേശം 90 മുതൽ 100 കോടി രൂപ വരെ ഇതിനായി ചിലവ് കണ്ടെത്തണം. കോർപ്പറേഷനിലെ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നിലവിൽ നൽകുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കോവിഡ് മഹാമാരിക്ക് മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം യാത്രക്കാരുണ്ടായിരുന്ന KSRTCയിൽ നിലവിൽ അത് 25 ലക്ഷത്തിന് താഴെയായി ചുരുങ്ങിയിട്ടുണ്ട്. സൗജന്യ യാത്ര ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 15-ന് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകും. തുടക്കത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രം ഏർപ്പെടുത്തുന്ന പദ്ധതി ഭാവിയിൽ വിജയകരമെന്ന് കണ്ടാൽ മറ്റ് സർവീസുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് പരിഗണിക്കും. അതേസമയം ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 60 കോടി രൂപ സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരുമെന്നും കരുതപ്പെടുന്നുണ്ട്. പ്രതിദിനം 12 ലക്ഷത്തോളം സ്ത്രീകൾ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ശമ്പളം നൽകുന്നതുൾപ്പെടെ KSRTCക്ക് സർക്കാർ സഹായം നൽകുന്നുണ്ട്. കോർപ്പറേഷൻ അധിക ബാധ്യത സൃഷ്ടിക്കാതെ പദ്ധതി എങ്ങനെ നടപ്പാക്കാമെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് KSRTCക്ക് അധിക വരുമാനം കണ്ടെത്തുന്നതിനുള്ള ചില മാർഗങ്ങൾ നടപ്പിലാക്കിയിരുന്നു. സൗജന്യ യാത്ര മൂലമുണ്ടാകുന്ന ബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ കൂടുതൽ അത്തരം രീതികൾ കണ്ടെത്തുന്നതിലൂടെയോ നടപ്പാക്കുന്നവ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിലൂടെയോ പരിഗണിക്കുന്നതായി സൂചനയുണ്ടായിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വ്യക്തമല്ല. എന്നാൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ രംഗത്തെത്തിയിരുന്നു. പദ്ധതി നടപ്പിലാക്കിയാൽ സ്ത്രീകൾ യാത്രയ്ക്കായി പൂർണ്ണമായും KSRTC ബസ്സുകളെ ആശ്രയിക്കേണ്ടി വരുമെന്നും സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തേണ്ടി വരുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ ആശങ്കകൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികളും അല്പം ആശങ്കാകുലരാണ്. അവരുടെ ഉപജീവന മാർഗത്തെക്കുറിച്ച് അവർ ആശങ്കാകുലരാണ്. ഈ പദ്ധതി പരോക്ഷ വരുമാന നേട്ടങ്ങളും നൽകുമെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ അവരോടൊപ്പമുള്ള പുരുഷന്മാർ ഉൾപ്പെടെയുള്ള മറ്റ് കുടുംബാംഗങ്ങളും കൂടുതൽ തവണ KSRTC സേവനങ്ങൾ ഉപയോഗിച്ചേക്കാമെന്നും ഇത് മൊത്തത്തിലുള്ള ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കുമെന്നും കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനായി ഭാവിയിൽ ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. വൈദ്യുത പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികൾ പിണറായി സർക്കാർ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. എന്തുതന്നെയായാലും ആകാംക്ഷയോടെ സൗജന്യ യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് കേരളത്തിലെ ഒരു കൂട്ടം സ്ത്രീജനങ്ങൾ. പദ്ധതി പൂർണ്ണ വിജയമാകുമെന്നാണ് അവരുടെ വാദം. എന്നാൽ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം പുരുഷന്മാരും നിലനിൽക്കുന്നു.